പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു ഷോപ്പിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓണറെയും നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ നമുക്ക് ധാരാളം സന്ദേശങ്ങളുണ്ട്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറയാനായിട്ട് എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരാളിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തോഹിർ എന്നാണ്. അപ്പോൾ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് അയാളുമായിട്ടൊന്ന് സംസാരിക്കാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാഴ്ചകളും മാന്യപ്രേക്ഷകരിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരവും ഇഷ്ടവുമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പോ താഹിർ ഭായ് പറഞ്ഞോളൂ, എന്താണ് ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുത്തുള്ള കാര്യം? ഈ മേഖല എന്ന് പറയുമ്പോൾ പാഴ്വസ്തുക്കള് സാധാരണ ഒരു ആക്രിക്കാര് സ്ക്രാപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു. അതെ അതെ അതെ. പക്ഷെ അത് നമ്മൾ ഒന്നുകൂടി കാലത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ട് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് ഞങ്ങളൊരു അസോസിയേഷൻ തന്നെയുണ്ട്, കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നാളിതുവരെ നോക്കുകയാണ്. ഒരുപാട് മാന്യവിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിവിടെ ഈ ടോയ്ലറ്റിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. അത് ഇതര പഞ്ചായത്തുകളിലേക്ക്, അതുപോലെ തന്നെ നമ്മളെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡ് നവീകരണാർത്ഥം സ്ത്രീകൾക്ക് ഒരു പൊതു ശൗചാലയത്തിന്റെ ആവശ്യകത വന്നപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടു, അത് നമ്മൾ കൊടുക്കുകയുണ്ടായി. പിന്നെ എടുത്തു പറയാൻ ഇതിൽ കഴിയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവിടെ വലിയൊരു സെമിനാർ ചരിത്രപ്രസിദ്ധമായിട്ട് തന്നെ പറയാം, രണ്ടത്താണിയിലെ ഈ മണ്ണിൽ വെച്ച് നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്നുള്ള മഹത്തായ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ജനുവരി 5-ാം തീയതി 2018 ജനുവരി 5-ാം തീയതി ഇവിടെയുള്ള ഇരു പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ സർക്കാർ വിഭാഗമായ ശുചിത്വ മിഷൻ, ഹരിത മിഷൻ, അതുപോലെ നമ്മളെ കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ, അതുപോലെ ഇതര ഹോസ്പിറ്റലുകള്, കോട്ടക്കൽ ആര്യവശാല, ധാരാളം സ്കൂളുകളിലെ കുട്ടികൾ ഒക്കെ പങ്കെടുത്തുകൊണ്ട് മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു സെമിനാർ നമ്മളിവിടെ നടത്തുകയുണ്ടായി. അപ്പൊ അതുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് ഇതിന്റെ രൂപകാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതുകൊണ്ട് നാടിനുള്ള ഉപയോഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരാം. ഒരു കോട്ടക്കൽ ആരംഭിച്ചൊരു സ്ക്രാപ്പ് ഷോപ്പാണ്. അപ്പൊ ആദ്യകാലം 4-5 വർഷമൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങുക, ഇതേമാതിരി ഒന്നിച്ച് ബൈലിൽ ലോറിയിൽ കയറ്റി വിടുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു, ബിസിനസ് മാത്രം. അതിനുശേഷം ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമുക്ക് ഇത്രയും മുന്നിൽ ഇത്രയും വേറൊരു വിഭാഗത്തിലും പറയാനല്ല, ഇത്രയും വലിയൊരു സന്ദേശം. അപ്പൊ അത് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്നുള്ള ആശയം യഥാർത്ഥത്തിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടിയോട് കൂടിയിട്ട് നമ്മൾ അന്നത്തെ പ്രോഗ്രാമില് ഇതൊരു പാഴ്വസ്തു പുനരുപയോഗശാല എന്നുള്ള നാമത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് പ്രവർത്തിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി അംഗീകരിക്കുകയും കേരളത്തിലെ തന്നെ ശുചിത്വ മിഷന്റെ ഒരു അംഗീകാരം ഈ ഉള്ളതിനെ തേടി വന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നമ്മളിത് പ്രവർത്തിച്ചു വരുന്നു. ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, പ്രേക്ഷകർക്ക് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. തൊട്ട് പുറകിലായിട്ട് എന്താ പറയാ, ഊതിന്റെ നല്ല സുഗന്ധം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അദ്ദേഹം സെറ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ പഴയകാല നമ്മുടെ ഇസ്തിരിപ്പെട്ടി, പഴയകാല ഇസ്തിരിപ്പെട്ടി ഒന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല, കാരണം സ്വാഭാവികമായിട്ടും കറണ്ടിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് വെറുതെ നമ്മളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ ഇതുപോലെ ചുമ്മാ ഏതെങ്കിലും മൂലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതിനെ ഇത്തരം പല പല കാര്യങ്ങളിലേക്കും കൊണ്ടുവരാം. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടതും ഇനി കാണാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു സന്ദേശമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലോകം ഭയാനകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതുകൊണ്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ഇരുന്ന് നമ്മളൊരു സ്ഥാപനം വിചാരിച്ചുകൊണ്ട് നടക്കുമോ, അല്ലെങ്കിൽ 1-2 വ്യക്തികളെ കൊണ്ട് നടക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ട് നടക്കുമോ എന്നുള്ളതല്ല. അണ്ണാരെ കണ്ണാൽ തന്നാലാകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇത് മാതൃകയായിട്ട് പിന്തുടരുകയാണെങ്കിൽ, ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാണ്, പ്രേക്ഷകരെ മനസ്സിലാക്കുക, നമ്മൾക്കൊക്കെ മുൻകാലങ്ങളിൽ കടന്നുപോയ ഒരു പൂർവികരുണ്ട്. നമുക്ക് ആ പൂർവികരുടെ ആരോഗ്യം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഒന്നുമില്ല. അപ്പൊ അതെന്തുകൊണ്ട് അവരങ്ങനെ എന്നുള്ളതിനെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കാൻ നമ്മളാരും തയ്യാറല്ല. ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഉത്തരങ്ങൾ കിട്ടും. അവരുടെ ജീവിത രീതി എന്തായിരുന്നു, അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തോ ആകട്ടെ, എന്തായാലും നമുക്ക് ശേഷം അവർ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചതാണ് ഈ പ്രകൃതി. ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് വലിയൊരു പങ്ക് എന്തുണ്ട്, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ
ചെരുവിൽ ചുമ്മാ വലിച്ചെറിയുന്നതുകൊണ്ട് കൊണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലത്തെ ഒരാൾ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് പല പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശമാണ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ ഒരു ബോട്ടിലിന്റെ സാധ്യത തന്നെ അവിടെ തീർച്ചയായിട്ടും കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കോട്ടക്കൽ റോഡിൽ, അതായത് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ രണ്ടത്താണി ഭാഗത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളാണ് ഇനി കാണുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് ഈ പഴവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള രസകരമായ കാഴ്ചകളാണ് ഇനി മാന്യപ്രേക്ഷകർക്ക് കാണാനുള്ളത്. വീഡിയോ ഇഷ്ടമായ മാന്യപ്രേക്ഷകർ ലൈക്ക് സമ്മാനമായി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതിന് വേണ്ടി ഷെയർ ചെയ്യാനും തുടർന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. എന്റെ മുമ്പിലുള്ള ചാരി മോൻ ചാരി നോക്കാം, എന്താന്നറിയോ? പഴയ ചെയറ്. ഈ പഴയ ചെയർ ആരോ ഏതോ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടാതായപ്പോ ഒരു ഉപേക്ഷിച്ച്, അതായത് അതിന് ഡാമേജ്, ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വന്നപ്പോ എന്ത് ചെയ്തു, അവരത് ഉപേക്ഷിച്ചതാണ്. ഈ ഉപേക്ഷിച്ച സാധനത്തിന് നമുക്ക് ഉപകാരപ്രദമാകുന്ന നല്ലൊരു സംഭവമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ. അതെന്താണ് നമുക്ക് ഒന്ന് പോയി കാണാം. ഒന്ന് പോവാ, ഞാൻ കാണിച്ചു തരാം. അതൊരു കൂടാണ്, കണ്ടില്ലേ? അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്താ ഉണ്ടാക്കുന്ന സാധനം കാണണ്ടേ? അങ്ങോട്ട് വാ, അതടച്ചു വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഇതെന്താ സംഭവം? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ അത് എന്ത് ചെയ്യാണ്, അങ്ങനെ നമ്മൾ പല സാധനം വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കൂല, ഒഴിവാക്കൂലേ? അങ്ങനെ ഒഴിവാക്കുന്ന സംഭവങ്ങളെ കൊണ്ട് ഇതുപോലെ മനോഹരമായ ഒരു ഊഞ്ഞാല് നിർമ്മിക്കാം എന്നാണ് കണ്ടത്. അപ്പൊ ഈ ഊഞ്ഞാല് ചിലർ സംഭവം ഒന്നല്ല, ഇതൊക്കെ എന്താ പറയാ, പഴയ ഇരുമ്പ് വെച്ച് സെറ്റാക്കി വെച്ചാണ്. അതിനെ അലങ്കാരമാക്കാൻ വേണ്ടി എന്താണ്, ഇത് സൈക്കിളിന്റെ റിമ്മാണ് തോന്നുന്നത്, കണ്ടില്ലേ? ഒന്ന് അവിടെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്തുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാല് ഇതിന് വീല് കുടുക്കിയിട്ടുള്ളത് ബെയറിങ്ങിലാണ്, മനസ്സിലായല്ലേ? അപ്പൊ ചുമ്മാ ജസ്റ്റ് ഒന്ന് ആടിയാൽ അതങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ബെയറിങ് നല്ല സ്മൂത്ത് അല്ലേ? അപ്പൊ ഇനി അശ്വമനൊന്ന് ആടിയോക്കാം, എങ്ങനെയുണ്ട് ആടാന്? ചെറുക്കനെ ആടിയോക്ക്, എങ്ങനെയുണ്ട്? നല്ല കാറ്റിട്ടുണ്ടല്ലേ, അടിപൊളിയല്ലേ? അപ്പൊ രണ്ടത്താണി ഹൈവേന്റെ ഭാഗത്തായിട്ടല്ലേ ഇവിടെ ഒരു വൻമതിലേക്കണ്. പണ്ട് രണ്ടത്താണിയായിരുന്നു. ഇപ്പൊ ഹൈവേന്റെ മതിലുകൾ വന്നപ്പോ 3 അത്താണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ രണ്ടത്താണിയിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത്. അവിടെ എന്താ കാണുന്നത്? ഒരു ചെയർ കാണുന്നുണ്ട്, പഴയ. അതാണ് ആ പഴയ ചെയർ, കണ്ടില്ലേ? അത് ഏതോ വീട്ടുകാര് ഉപേക്ഷിച്ചതാണ്, ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഉപേക്ഷിച്ചതാണ് ഈ ചെയർ. ഓക്കെ, ഈ ചെയറിനെ അതിമനോഹരമായ ഒരു സംഭവം ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്തായിരിക്കും ആ സംഭവം, എന്താണെന്നുള്ളത് അറിയണ്ടേ? ആ ചെയർ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് ആശുമോൻ അറിയണ്ടേ? അതെന്താണെന്ന് ഞാനിപ്പോ കാണിച്ചുതരാം. എന്റെ കൂടെ വാ, നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാം. ഇതല്ലേ ആ ഉപേക്ഷിക്കപ്പെട്ട വേസ്റ്റ് ആയിട്ട് തള്ളിക്കളയുന്ന ചെയർ കൊണ്ട് സുന്ദരമായ ഒരു ഊഞ്ഞാല ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്തിക്കണ്? ഇതൊക്കെ ബെയറിങ്ങിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായല്ലേ? സുന്ദര ആടി കൂടെ ഒന്ന് കയറി ആടി നോക്കാം. എങ്ങനെയുണ്ട് ആടാന്? സുഖണ്ടാ? അതാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളങ്ങനെ വെറുതെ ചുമ്മാ തള്ളിക്കളയുന്ന സംഭവങ്ങളെ കൊണ്ട് ഇങ്ങനെ ഓരോ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഓരോ പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ മറ്റൊരു ഉപയോഗത്തിന് നമുക്ക് അതേ വസ്തുവിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാണ്ട്. പ്രിയമുള്ളവരെ, വീഡിയോ ഒരല്പം ലെങ്ത് കൂടുതലാണ്, അതുപോലെ തന്നെ കാഴ്ചകളും ധാരാളമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. എന്തായാലും വീഡിയോയെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അശ്വമനെ എത്ര അതൃപ്പത്തോടെ നോക്കുന്നത്? അതെന്താ സംഭവം നോക്കാൻ? മേലെന്താ ഇരിക്കണം നോക്കാം. ശൗചാലയം, പോർട്ടബിൾ ടോയ്ലറ്റ്. ശൗചാലയം മനസ്സിലായില്ലേ? ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിന്റെ പ്രത്യേകത ഉണ്ട്, ഇത് റെഡിമെയ്ഡാണ്. ഇത് ഇവിടുത്തെ പഴവസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തിക്കാണ്ട് നമ്മളെ താഹിർ ഭായ്, ഈ സ്ഥാപനത്തിന്റെ ഉടമ ചെയ്ത പരിപാടിയാണ്. അവൻ തുറന്നു നോക്കാം, ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ ഉള്ളിലുള്ള സൗകര്യം നോക്കാം, ഉണ്ടല്ലേ? ഔട്ടിംഗ് ഫാനൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? 2 ഔട്ടിംഗ് ഫാനാണ് കൊടുത്തത്, ഒന്നല്ല. പിന്നെ ഈ അടിയിൽ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ക്ലോസറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിപ്പോ വാങ്ങി കൊണ്ടുപോകുന്ന ആളുകൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളേക്കാരം. അവരെ പർപ്പസ് അനുസരിച്ചിട്ട് അത് യൂറോപ്യൻ ആകണോ
അതോ മറ്റേ സാധാ വേണോ എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാൻ ആ സമയത്ത് അവരത് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊക്കെ ഒരു കക്കൂസ് നിർമ്മിക്കുക, അതല്ല ഒരു സ്ഥാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വല്ല നിർമ്മാണ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി പറഞ്ഞാ നേരെ ഉണ്ടെച്ചാൽ മതില്ലേ. മറ്റേത് നമ്മൾ പഠിത്തമൊക്കെ സെറ്റാക്കിയിട്ട് റെഡി ആക്കുമ്പോൾ ടൈം ഒരുപാട് പിടിക്കൂലേ. ഇതിന് അതിന്റെ ആവശ്യമില്ല, നേരെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ അവിടെ സെറ്റ് ആക്കല്ലേ. അപ്പൊ ഇങ്ങനെയുണ്ട്. ഇതൊക്കെ എന്തിമെന്നാണ് അവർ നിർമ്മിക്കുന്നത്? പുനരുപയോഗം. അപ്പൊ അതാണ് പറയുന്നത്, പുനരുപയോഗത്തിലൂടെയാണ് ഇതൊക്കെ സെറ്റാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ എല്ലാം ചുമ്മാ വലിച്ചെറിയാതെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പല പല സംഭവങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യാ, വീണ്ടും റീയൂസ് ചെയ്യാ അല്ലേ. ഓക്കേ, ആ നോക്കുന്ന സംഭവം എന്താന്ന് മനസ്സിലായോ? ഒരു കൂടാണ് നിർത്തിയത്. അതെന്താ സംഭവം എന്നറിയോ? കണ്ടാലൊരു കൂട് പോലെ അല്ലേ? അതൊന്ന് തുറക്കുമ്പോ ഒരു സംഭവം കണ്ടു. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? കണ്ടില്ലേ? അതുപോലെ ഇതും തുറന്നാ അതിനും കണ്ടില്ലേ ഒരു സ്റ്റാൻഡ്. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മളെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഇല്ലേ, ഈ ഗ്യാസിൽ ഇപ്പൊ 2 സിലിണ്ടർ എന്ത് ചെയ്യാ ഇതിൽ വെക്കാം. ഒന്ന് ഇതിലും വെക്കാം, ഒന്ന് ഇതിലും വെച്ചൂടെ. അപ്പൊ ഈ ഗ്യാസ് സിലിണ്ടർ ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടല്ലോ കള്ളന്മാർ മോഷ്ടിച്ചു പോകുന്നൊക്കെ പണ്ട് സെപ്പറേറ്റ് ഗ്രിഡ്സ് ഒക്കെ വെച്ച് പടുത്ത് സെറ്റ് ആക്കുന്നു. അതിന് പകരമായിട്ട് ഇത് ചുമരിലൂടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതണ്ടാ, ഇതിന്റെ ബാക്ക് സൈഡിൽ വന്നാൽ കാണാൻ സാധിക്കും. ചുമരിലാണ്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ സ്ത്രീകൾക്കും എല്ലാവർക്കും ചെയ്യാം. നേരെ സിലിണ്ടർ ഇതിന്റെ മേലെ കണ്ട് കയറ്റി വെക്കുക. ഇപ്പൊ സിലിണ്ടർ അതിൽ ഉണ്ടെന്ന് ഉദ്ദേശിച്ചു. അപ്പൊ സിലിണ്ടർ വെക്കാൻ നമുക്ക് ഇവിടെ ഇല്ല. ഇനി അത് അടച്ചു നോക്കാം. ഇപ്പൊ 2 സിലിണ്ടർ വരെ വെക്കാം. ഇനി ആ കുറ്റി ലോക്ക് ചെയ്താ ടൈറ്റ് ആക്ക്. യെസ്, ഞാൻ മറക്കും. ഇനി എന്ത് ചെയ്യാ, ഇപ്പൊ അതോട് ലോക്ക് ആക്കിയില്ലേ, ഇതില് നമുക്ക് പൂട്ട് കൊടുത്താല് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി ഇതിന് നടക്കുന്ന സംഭവം മനസ്സിലാ. അങ്ങനെ അതിർപ്പത്തോടെ നോക്കണം. എന്താന്ന് മനസ്സിലായിട്ടില്ലല്ലോ? എന്നാ ആ ലോക്ക് തുറന്ന ഇങ്ങോട്ട് തുറക്ക്. ഇപ്പൊ ഒരു ബോട്ടിൽ വന്നില്ലേ? ഇതെന്തിനാന്നറിയോ? ഇതിലേക്ക് ആ വേസ്റ്റ് ഇല്ലേ, വീട്ടെ അടുത്തത്. ഓക്കെ, ഇനി അതാണ്ട് അടക്ക്, അത് ലോക്കാക്ക്. ഞാൻ അടുത്തത് തുറക്ക്. ഇനി അതിലേക്ക് കവർ ഇട്. യെസ്, ഇപ്പൊ മനസ്സിലാ. ഇനി ഞാൻ പറഞ്ഞുതരാം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇത് നമ്മളെ വീട്ടിലെ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ജൈവമാലിന്യങ്ങളും അജൈവമാലിന്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ മഴയൊന്നും കൊള്ളാതെ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ച് വെക്കാനുള്ള സംവിധാനം. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഹരിത കർമ്മസേനൊക്കെ വരുമ്പോ നമ്മൾ കവറുകളൊക്കെ കഴുകി നനയാതെ എടുത്ത് വെക്കണം എന്നറിയില്ലേ, മഴ തട്ടെടുത്ത് വെക്കണം എന്നല്ല പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവനവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഓരോരുത്തരുടെ ആശയം പോലെ കാഴ്ചപ്പാട് പോലെ ഒക്കെ ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ഇവിടെ കണ്ട എന്താണ്, 2 ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ളത്. അപ്പൊ ഇത് വരുമ്പോ എന്താണ്, ഒരു ഗ്യാസ് സിലിണ്ടർ വെക്കാൻ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പരിപാടി. എന്തോ തുറന്നു നോക്കാം. തുറന്നാല് ഇവിടെ സിലിണ്ടർ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സിലിണ്ടറിൽ വെച്ചതിന് ശേഷം അങ്ങോട്ട് അടക്കുക. ജാമാക്കി അടച്ചോ. ഇനി ഇതുപോലെ ലോക്ക് ചെയ്ത് കണ്ട് നമുക്ക് പൂട്ടിടങ്ങ പൂട്ടിടാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമരിൽ സെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് ചുമരിലൂടെ ടൈറ്റ് ആക്കാം. ഓക്കെ, പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിന്റെ നിർമ്മിതികൾ വല്ലവർക്കും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇത് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ ഫാനില്ലേ, ടേബിൾ ഫാന്, അതിന്റെ മുകളിലത്തെ ആ ഒരു എന്താ പറയാ ഫാൻ നമ്മൾ കവർ ചെയ്യൂലേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംഭവം 2. ഇനി ഒന്ന് അടിയിലുണ്ട്, ഏറ്റവും അടിയിൽ അതുണ്ട്. ഇതിന്റെ ഒരു ഭംഗി നോക്കാം. എന്തൊരു ഭംഗിയല്ലേ. അതെ അതെ, അതായത് നമ്മളെ വേസ്റ്റ് ഇപ്പൊ നിങ്ങളെ സ്കൂളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റൂലേ. അപ്പൊ എന്ത് ചെയ്യാ, ആവശ്യമില്ലാത്ത കുപ്പികളൊക്കെ, വേസ്റ്റ് കുപ്പികളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, പബ്ലിക്കില് പുറത്ത് ചുമ്മാ വലിച്ചെറിയരുത്. ഇത് കണ്ടാ, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാ. പഴയ കാലത്തെ ഇസ്ത്രി പെട്ടിയാണ്. ഇപ്പൊ ഇത് കാര്യമായിട്ട് ഉപയോഗിക്കണം. അപ്പൊ നമ്മളൊക്കെ കറണ്ട് ഇല്ലേ ഇസ്ത്രി ചെയ്യുന്നതൊക്കെ. അപ്പൊ മുമ്പ് കാലങ്ങളിൽ എന്തെങ്കിലും ചിരട്ടക്കണലൊക്കെ ഇട്ട് കണ്ട് എന്ത് ചെയ്യും, ചൂടാക്കിയിട്ടാണ് ഇസ്ത്രി ഇട്ടിരുന്നത്. മനസ്സിലല്ലേ? അപ്പൊ ഇതിപ്പോ നമ്മള് ഉണ്ടെങ്കിൽ ഇതിട്ട് നമുക്ക് ഇസ്ത്രി ഇടാൻ എപ്പോഴും ചെയ്യാം. നമ്മള് ചിരട്ട ചൂടാക്കിയപ്പോഴും നമുക്ക് നന്നായിട്ട് ഇസ്ത്രി ഇടാൻ സാധിക്കും. ഇതില് നമ്മള് ചുമ്മാ വീട്ടിലിരിക്കുന്ന ആള് വെറുതെ എന്ത് ചെയ്യണ്ട, വെറുതെ ചുമ്മാ തുരുമ്പിടിച്ച് നഷ്ടപ്പെടുത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മറ്റൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടിയെന്ന് അറിയോ, തൽക്കാലം നമുക്കിവിടെ കിട്ടാവുന്ന സാധനം എന്താ വെച്ചാൽ കൊതുക് തിരി.
അത് വെച്ചിട്ട് ചെറിയ പണി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത് കത്തിച്ചില്ലേ? ഊത്, എടുത്ത് തീ. ഓക്കെ, ഇനി അത് തുറന്നാ. അതിലിട്ടോ. യെസ്, അത് മൂടിക്ക. ഓക്കെ, ഇപ്പൊ എന്തായി? അതിനുള്ള കൊതുക് തിരിയല്ലേ? ഇത് കൊതുക് തിരിയല്ല, അതിന് പലതും നമുക്ക് പുകയേക്കാം. നമ്മൾ ഈ ഊത് പോലെ പലതൊക്കെ പുകയേക്കൂലേ? കർപ്പൂരം എന്തൊക്കെ പുകയ്ക്കുമല്ലോ വീട്ടില്. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഭവം ഉപയോഗിച്ചൂടെ? അത് പഴയതാണ്, ഇത് ആവശ്യമില്ല, വെറുതെ ഏതെങ്കിലും പറമ്പിന്റെ വീടിന്റെ മൂലൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനൊക്കെ പല പല ആശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വസ്തുവിനും നമുക്ക് ചെയ്യാം. അതാണ് ഈ കടയിലൂടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അശ്വമന്റെ തൊട്ട മുമ്പിൽ ഒരു ബോർഡില്ലേ? ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്ന പൈസ? എന്തുകൊണ്ട് പായ്വസ്തു വ്യാപാരികൾ നാം പണം നൽകി വിൽപ്പന നടത്തുന്ന ഒരു ടൺ പത്രക്കടലാസ് പായ്വസ്തു വ്യാപാരികൾ പൈ പുനഃചക്രമണ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് 17 വൃക്ഷങ്ങളും 7000 ഗാലൻ വെള്ളവുമാണ്. വലിച്ചെറിയപ്പെടുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ശേഖരിച്ച് പുനഃചക്രമണ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് 60 വാട്ടുള്ള ബൾബ് 4 മണിക്കൂർ കത്തിക്കാനുള്ള ഊർജമാണ്. അതായത് നമ്മളെ വീട്ടിലൊക്കെ പേപ്പറൊക്കെ വരുത്തില്ലേ, ന്യൂസ് പേപ്പറും നിങ്ങള് എഴുതുന്ന നോട്ട് പുസ്തകങ്ങളും പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത് നമ്മൾ ചുമ്മാ വലിച്ചെറിയ കത്തിച്ച് കളിയൊക്കെ ചെയ്തതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള വ്യാപാരികൾ ഉണ്ടാവില്ലേ, ഈ പഴയ സാധനങ്ങൾ എടുക്കുന്ന ആക്രിക്കട എന്നൊക്കെ പറയില്ലേ, അവിടങ്ങളിൽ എത്തിച്ചാല് ആ പേപ്പറുകൾ വീണ്ടും എന്ത് ചെയ്യും, പുതിയ പേപ്പറുകളായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ കാണിച്ചത്. 17 വർഷങ്ങളും 7000 ഗാലൻ വെള്ളവുമാണ് നമുക്ക് ലാഭം. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ എത്രത്തോളം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് നശിപ്പിച്ചു കഴിഞ്ഞാല് വീണ്ടും പുതിയതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി 17 വൃക്ഷങ്ങൾ വെട്ടണം. കൂടാതെ 7000 ഗാലൻ വെള്ളവുമാണ് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെലവ് വരുന്നത്. മനസ്സിലായല്ലോ? വലിച്ചെറിയപ്പെടുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി അത് ശേഖരിച്ചിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത് മറ്റൊരു ബോട്ടിൽ മറ്റൊരു കുപ്പിയായിട്ട് മാറ്റാൻ സാധിക്കും. അത് നമ്മൾ നശിപ്പിച്ച ഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട എന്തായി, അങ്ങനെ ഒരു കുപ്പി വീണ്ടും രണ്ടാമത് നിർമ്മിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവൊക്കെയാണ്. 60 വാട്ടുള്ള ബൾബ് 4 മണിക്കൂർ കത്തിക്കാനുള്ള ഊർജമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ പറയുന്നത് ഈ ഒരു ബോർഡിലൂടെ നമുക്ക് വായിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഇതിലൂടെ മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ ശീലങ്ങളില്, നമ്മുടെ സംസ്കാരങ്ങളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ എന്ത് ചെയ്യണം, കുറെ മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കണം. നമുക്ക് നേരത്തെ ഊഞ്ഞാല പരിചയപ്പെടുത്തില്ല. ആ ഊഞ്ഞാല ഇപ്പൊ നമ്മള് സിനിമാ തിയേറ്ററിലൊക്കെയാണ് ഇങ്ങനത്തെ പഴയ ചെയർ ഉണ്ടായാല്, ഓഫീസിൽ അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ള പഴയ ചെയർ എന്ത് ചെയ്യാണ്, അതിമനോഹരമായ ഊഞ്ഞാലുകളായിട്ട് രണ്ടാമത് നമുക്ക് ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങളാക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് സമ്മാനമായിട്ട് നൽകുക. കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തുടർന്നുള്ള കാഴ്ചകൾ വീണ്ടും കാണുന്നതിന് വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി, അടുത്തൊരു നല്ലൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.